ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ സാധാരണ സംസാരിക്കുന്ന പോലെ ഓൺലി എമിഗ്രേഷൻ അല്ല, നമ്മൾ കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് വേൾഡ് മുഴുവൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇറ്റ്സ് ദ US ആക്ഷൻ ഇൻ വെനസ്വേല. മൊത്തത്തിൽ ലോകത്തെ പല രാജ്യങ്ങളും ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ബട്ട് കാനഡയെ കൂടി ഏത് രീതിയിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാനഡയുടെ അകത്ത് ഒരുപാട് ഇപ്പോൾ റൂമേഴ്സും ഒരുപാട് ഗോസിപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഈ US അങ്ങനെ ചെയ്യാനുണ്ടായ കാരണങ്ങൾ, ഞാനൊരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഒന്നും അല്ല, ബട്ട് എങ്കിലും ഒരുപാട് വായിക്കാറുണ്ട്, ഒരുപാട് പേരോട് സംസാരിക്കാറുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കൂടാതെ കനേഡിയൻ എമിഗ്രേഷനിൽ 1-2 മാറ്റങ്ങൾ, അതായത് ഒരു ഡോക്ടേഴ്സിന് കനേഡിയൻ ഗവൺമെൻറ് ഒരു പ്രത്യേകമായിട്ടൊരു ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ട്. കാരണം ഇൻ്റർനാഷണൽ ട്രെയിൻഡ് ഡോക്ടേഴ്സിന് കാനഡയിൽ ഡോക്ടറായിട്ട് ലൈസൻസ് എടുക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ച് പോസിറ്റീവ് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഒണ്ടാരിയോ പ്രോവിൻസ് ഇങ്ങനൊരു നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് ഇമിഗ്രേഷൻ, ബട്ട് കൂടുതലും ഈ US വെനസ്വേല മാറ്റർ എങ്ങനെ കനേഡയെ കൂടി ബാധിച്ചേക്കാം, അത് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കുറച്ച് പെർസെപ്ഷൻസ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ട്രംപങ്ങൾ ചെയ്ത് ശരിയോ തെറ്റൊന്നും ഞാനിവിടെ സംസാരിക്കാൻ ഞാനാരുമല്ല. ഞാൻ അതിനെപ്പറ്റി ഒരു അൾട്ടിമേറ്റ് അഭിപ്രായം പറയുന്നുമില്ല. ബട്ട് what you need to understand is that what was happening in Venezuela. Venezuela as a country, it's around 28 to 34 million. ഒരു പ്രോപ്പറായിട്ടൊരു സെൻസസ്, ഒരു പോപ്പുലേഷൻ റിപ്പോർട്ട് പോലെ അവിടെ ഇല്ല. ആകെ അറിയുന്ന പറഞ്ഞാൽ ഒരു 25% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഓൾമോസ്റ്റ് കിക്ഡ് ഔട്ട് ഓർ ദേ റാൻ അവേ ഫ്രം വെനസ്വേല. ദ ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസർ ഇൻ ദ വേൾഡ്. Probably just after second is Saudi Arabia, third is Canada. അമേരിക്ക ഇപ്പോൾ ഇത്രയും ഒരു ടഫ് ആക്ഷന് പോയതിൻ്റെ കാരണം, അതിന് പിറകിൽ ഒരുപാട് ജെന്യൂൻ കാരണങ്ങളുണ്ട്. അമേരിക്ക ഒരു വേൾഡ് പോലീസാന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് മാത്രം നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. വെനസ്വേലയിലെ ജനങ്ങൾ 95% വേർ ലിവിങ് അണ്ടർ പവർട്ടി. ദേ ആർ സപ്പോസ് ടു ബി ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഇപ്പോൾ നമ്മൾ കുവൈറ്റ്, ഖത്തർ എന്നൊക്കെ പറയുന്ന പോലെ ദേ ആർ സപ്പോസ് ടു ബി ദ റിച്ചസ്റ്റ്. പെർ ക്യാപിറ്റ GDP ഷുഡ് ബി ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. വേൾഡിലെ ഈ പവർട്ടി ഇൻഡെക്സോ മറ്റു കറപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ 178 ഔട്ട് ഓഫ് 180. 2013 വരെ ഷാവേസ് എന്ന് പറഞ്ഞൊരു ലീഡറായിരുന്നു അവിടെ. അത് കഴിഞ്ഞാണ് ഇയാൾ വന്നത്, ഈ മറുപടി. അപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ഇനിയും വളരെ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു 1000 ഒരു 5000 ഒഫീഷ്യൽസിൻ്റെ കൺട്രോളിലാണ് മൊത്തം രാജ്യത്തിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ വെനസ്വേലയുടെ എക്കോണമി മെയിൻലി ഓയിൽ ഡ്രിവൻ. ബട്ട് ആ ഓയിലിൻ്റെ ഇൻകവും കാര്യങ്ങളും റവന്യൂ ഒന്നും ജനങ്ങളിലെത്തുന്നില്ല. ജനങ്ങളിൽ ലിവിങ് കണ്ടീഷൻസ് ആർ വെരി പുവർ. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ്. ക്രൈം റേറ്റ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ്. പിന്നെ എല്ലാ രീതിയിലും യാതൊരു രീതിയിലുള്ള ജുഡീഷ്യറി, ലീഗൽ സിസ്റ്റം, ഡെമോക്രാറ്റിക് സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ് അവർ ഡെമോളിഷ് ചെയ്തു. ഇന്ന് ചില വലിയ രാജ്യങ്ങളൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ ഈ ലോ ആൻഡ് ഓർഡറൊക്കെ കംപ്ലീറ്റ് പോയി. അവർ ആരെതിർത്തോ ആര് ചോദ്യം ചെയ്തോ അവരൊക്കെ ആൻറ്റി നാഷണലായിട്ടും ആൻറ്റി വെനസ്വേലൻസ് ആയിട്ടും അവർ ജയിലിൽ പോകും. അതല്ലെങ്കിൽ ദേ ഹാവ് ടു ഫ്ലീ ദ കൺട്രി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയൊക്കെ ആ നാട് കടന്നു പോകുന്നൊരു അവസ്ഥയിലാണ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഈ പറഞ്ഞ ചീഫിനെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് അമേരിക്ക കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പം ചെയ്തത് ശരിയോ തെറ്റോ എന്നും നമ്മൾ പറയാൻ ഇവിടെ ആരുമല്ല. ബട്ട് ചെയ്ത രീതി ശരിയാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി അവരുടെ ഉദ്ദേശം അമേരിക്ക ഒരിക്കലും വെനസ്വേലയെ നന്നാക്കാൻ വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. ഓഫ് കോഴ്സ് US ഈസ് എ സൂപ്പർ പവർ. US വാണ്ട്സ് പവർ ഓവർ കൺട്രീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെറെവർ ദെയർ ഈസ് ഓയിൽ, ഡെഫിനറ്റ്ലി അത് അമേരിക്കയെ ദ വേ ഐ ആം ബീങ് ടോൾഡ് ദാറ്റ് ഓൾമോസ്റ്റ് വേൾഡിൻ്റെ 70% ഓഫ് ദ ഓയിൽ വിൽ ബി കൺട്രോൾഡ് ബൈ നൗ അമേരിക്ക. അമേരിക്കൻ്റെ അടുത്ത് തന്നെ ഓൾറെഡി ഓയിൽ ഉണ്ട് ഇല്ലേ. അപ്പോൾ USA ഓയിലൊന്നും US ആവശ്യം തികയത്തില്ല. USA കാനഡയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്നത്. പിന്നെ സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. ബട്ട് still that's not at all good enough to meet even the local demand. അപ്പോൾ പിന്നെ US-ന് ഈ വെനസ്വേലൻ്റെ ഓയിൽ വരുന്നതോടെ US will be much lesser dependent on Canadian oil and probably even Saudi oil. I don't know. It all depends on the statistics. മാത്രമല്ല ഇതിന് വേറെ ചില പൊളിറ്റിക്കൽ റീസൺസ് കൂടി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓയിൽ ഓർ വെനസ്വേല. ഈ ചൈന, റഷ്യയൊക്കെ പോലുള്ള രാജ്യങ്ങളൊക്കെ വെനസ്വേലയായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അവിടെ ഒത്തിരി ഡോമിനൻസ് സ്ഥാപിച്ചു വരികയായിരുന്നു. കാരണം അവരുമായിട്ടാണ് ഇവർ വളരെ ക്ലോസ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് അത് US-ന്, പ്രത്യേകിച്ച് സൗത്ത് അമേരിക്ക വളരെ നെയ്ബറിങ് കൺട്രി ആസ്ഥിതിക്ക് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഫോർ US സേഫ്റ്റി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. അതും കൂടി വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ US-ന് ഒരിക്കലും US-ൻ്റെ അടുത്ത ഭാഗങ്ങളിൽ US-ൻ്റെ ശത്രു രാജ്യങ്ങളാണ് വിശ്വസിക്കുന്ന ചൈനയും റഷ്യയൊക്കെ വന്നിട്ട് അവിടെ തമ്പടിക്കുന്നതും അവർ വന്നവിടെ കൂടുതൽ അവരുടെ സെറ്റപ്പ് ഉണ്ടാക്കുന്നതും US-ൻ്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെട്ടാന്നുള്ളതും കൂടിയാണ് അദ്ദേഹം കണക്കാക്കുന്ന ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗ്രീൻലാൻഡിനെ പറ്റി പറയുന്നതിലും അങ്ങനെയുള്ള ചില ഈ പൊളിറ്റിക്കൽ ആൻഡ് ഡിഫൻസ് റീസൺസ് ആർ ദെയർ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് കിടക്കത്തില്ല. ബട്ട് ദ വേ തിങ്സ് ആർ ഗോയിങ്
ഗ്രീൻലാൻഡ് ആയിക്കോട്ടെ, നാളെ കൊളംബിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ മെക്സിക്കോ ആയിക്കോട്ടെ, നാളെ കാനഡ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ത്രെറ്റ് ഉണ്ട്. കാനഡയ്ക്ക് വെച്ച് വലിയ ത്രെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കാനഡയ്ക്ക് ഓൾമോസ്റ്റ് കാനഡ US ട്രേഡ് ഈസ് ബിറ്റ്വീൻ 800 ബില്യൺ ടു 1 ട്രില്യൺ. അത് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടൊരു എക്സ്ക്ലൂസീവായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ടാരിഫ് വന്ന് പിന്നെ കാനഡ ഓൾസോ സ്ട്രഗിൾ ചെയ്യും. കാരണം അമേരിക്ക പറയുന്നതെന്ന് യാതൊരു രീതിയിൽ അവർ പുറകോട്ട് പോകത്തില്ല. കാറിന് പഠിച്ച 18 പണി നോക്കി അമേരിക്ക നിങ്ങൾ വേണമെങ്കിൽ 51st സ്റ്റേറ്റ് ആയിക്കോ, ആൽബർട്ട പോലുള്ള സ്റ്റേറ്റ് ഓൾറെഡി അമേരിക്കയായിട്ട് ജോയിൻ ചെയ്യാൻ പോലും ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് കാനഡയുടെ അകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പം ഗ്രാജുവലി എല്ലാം സോൾവ് ആയിക്കോളും, ട്രംപ് ഒന്ന് കൂളാവെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് യാതൊരു രീതിയിലും ഒരു ക്ഷീണവും ഇല്ല. ഈ എന്തിനു പറയുന്നത്, ഇപ്പം നമ്മൾ ഇന്ത്യക്ക് ട്രംപിനെ അമേരിക്കൻ പ്രസിഡൻ്റായി വരാൻ വേണ്ടിയിട്ട് പൂജ്യം പ്രാർത്ഥനയൊക്കെ നടത്തിയ ഇന്ത്യക്കാരൊക്കെ സത്യം പറഞ്ഞാൽ പവനാഴി ശവമായി എന്നുള്ള അവസ്ഥയാണ്. ഇപ്പം അത് മൊത്തത്തിൽ എല്ലാവരും ക്വയറ്റാണ്. കാരണം ഇദ്ദേഹം ഒരു കാര്യമില്ല, H1B വിസ കാര്യം ഇന്ത്യക്കാരെ മൊത്തത്തിൽ ഏതൊക്കെ രീതിയിൽ കിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. H1B വിസ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം 100,000 ഫീസൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് റീസ്ട്രിക്റ്റ് ചെയ്തു. ഗ്രീൻ കാർഡ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് റീസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ട് ഇനി കാനഡ അവിടെ നിൽക്കുന്നവർക്ക് തന്നെ കടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടും, ആരെങ്കിലും ഇന്ത്യയിലൊക്കെ ലീവിന് പോയിട്ടുണ്ടെങ്കിൽ അവന് തിരിച്ചു വരുമ്പോഴത്തേക്ക് അമേരിക്കയിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ്. ഇന്ത്യ ഒരു സമയത്ത് നമ്മൾ വലിയ പിന്നെ വേൾഡിലേക്ക് ലാർജസ്റ്റ് എക്കോണമി, 4th ലാർജസ്റ്റ് എക്കോണമി, ബീറ്റൻ ജപ്പാൻ, ആൻഡ് നൗ വി ആർ ജസ്റ്റ് 4th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരിക്കലും ഇന്ത്യയിൽ 90% പിന്നെ പഠിച്ചവനും പഠിക്കാത്തവനും മനസ്സിലാക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി എഫക്റ്റ് ഓൺ അവർ ഇൻഡിവിജ്വൽ ലൈഫ് ഓഫ് ഓർഡിനറി പീപ്പിൾ. അവിടെ ഇന്ത്യൻ്റെ GDP എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു മാക്സിമം പോകുന്ന ഒരു 1% ഓഫ് ദ ഇന്ത്യൻസ്. അപ്പോൾ അതിൽ പെർ ക്യാപിറ്റ എടുത്തു കഴിഞ്ഞാൽ $2,000 വേൾഡ്, വൺ ഓഫ് ദ ലോവസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ബേസിൽ വെച്ച് കഴിഞ്ഞാൽ കാനഡ മറ്റേ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. കാനഡക്ക് ആകെപ്പാടെ 40 million പോപ്പുലേഷന്, ഇറ്റ്സ് എ 2.3 trillion എക്കോണമി. Obviously, Canada is the 8th largest economy in the world with just an average per capita income of almost $55,000. കാനഡയെ സംബന്ധിച്ച് കാനഡ മാക്സിമം ഡിപ്ലോമസി ട്രൈ ചെയ്ത് നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അമേരിക്കൻ്റെ വളരെ ടഫ് സ്റ്റാൻഡാണ്. അമേരിക്ക വിചാരിക്കുന്നത് പറഞ്ഞാൽ കാനഡ ഒരുപാട് അഡ്വാൻറ്റേജ് എടുക്കുന്നത് അമേരിക്ക വിചാരിക്കുന്നത്. കാനഡ വിചാരിക്കുന്നത് നമ്മൾ ഇത്രയും ഫ്രണ്ട്ലി ബ്രദർലി കൺട്രി ആയിട്ട് പോയിട്ട് പെട്ടെന്ന് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറഞ്ഞ് കാനഡ സർപ്രൈസായിട്ട് ഷോക്കായിട്ട് കാനഡ മറ്റുള്ള ഓപ്ഷൻസ് അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഏത് നാളിൽ എന്തുവരെ പോകുമെന്ന് അറിയില്ല. ഇപ്പോൾ ഈ ഓയിലിൻ്റെ പ്രൈസിൽ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ കാനഡക്ക് ഈ വെനസ്വലൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഓയിൽ വരുന്നതോടെ അമേരിക്ക വിൽ ഡെഫിനറ്റ്ലി പ്ലേ വിത്ത് കാനഡ. അത് കാനഡയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും, കാനഡയെ പിന്നെ നെഗോഷിയേഷൻ ടേബിൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം കാനഡ വിൽ ബി ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ടു ഈവൻ സെൽ ഓയിൽ ടു അതർ കൺട്രീസ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെ പ്രോപ്പർലി എക്കോണമിക്കലായിട്ട് ഏത് രീതിയിൽ കാനഡയെ ഡാമേജ് ചെയ്യും, അതായത് എന്തൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നോ അതൊക്കെ ഡീൽ ചെയ്യാൻ മാത്രം കനേഡിയൻ ഗവൺമെൻറ് വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ കാര്യങ്ങൾ പോകും നമുക്കറിയത്തില്ല. ആൽബർട്ട ഓൾറെഡി സൈൻഡ് എ പൈപ്പ് ലൈൻ ഡീൽ വിത്ത് അമേരിക്ക. I heard it is without the consent of the federal government. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നാളെ പിറ്റേന്ന് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ടും അത്യാവശ്യം സെപ്പറേറ്റ് മൂവ്മെൻ്റൊക്കെ ഓരോ പ്രോവിൻസിനൊക്കെ വരികയാണെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു വീക്കൻ കാനഡ ആസ് എ ഡെമോക്രാറ്റിക് യുണൈറ്റഡ് കൺട്രി. വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാനഡ ഈ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ലീനിയൻസി പ്രഖ്യാപിച്ചു, പ്രത്യേകിച്ച് ഒണ്ടാരിയോ പ്രോവിൻസ്. ഇൻ ദ പാസ്റ്റ് വാട്ട് യൂസ് ടു ഹാപ്പൺ, ഈ ഡോക്ടേഴ്സ് ഫോറിൻ ട്രെയിൻ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഇന്ത്യയിലുള്ള ഡോക്ടേഴ്സ് ഫോർ എക്സാമ്പിൾ ഈസ് പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ ഓർ ദുബായ്, അതൊക്കെ MD എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കാനഡൻ്റെ മെഡിക്കൽ അസോസിയേഷനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ എക്സാമും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് കാനഡയിൽ വന്ന് ലൈസൻസ്ഡ് ആയിട്ടൊക്കെ മാത്രമേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മിക്ക ഡോക്ടേഴ്സും ഇങ്ങോട്ട് വന്നാൽ തന്നെ ഇവിടെ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അവർ ചിലപ്പം പല ഡോക്ടേഴ്സും കഷ്ടപ്പെട്ട് പല മറ്റുള്ള ജോലികൾക്ക് പോകേണ്ട അവസ്ഥയിലൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ബട്ട് അത് ഇപ്പം മാത്രമല്ല കാനഡൻ്റെ അകത്ത് ഒരുപാട് ഡോക്ടേഴ്സ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒണ്ടാരിയോ പ്രോവിൻസ് ഇസ് കമ്മിങ് ഫോർവേഡ് വിത്ത് സം കൈൻഡ് ഓഫ് പോസിറ്റീവ് സ്റ്റെപ്സ്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ വൈ ദ ഡോക്ടേഴ്സ് ഈവൻ വിത്തൗട്ട് കമ്മിങ് ടു കാനഡ ദേ ക്യാൻ ബേസിക്കലി ട്രൈ ഫോർ OINP ഒണ്ടാരിയോ ഇമിഗ്രേഷൻ നോമിനേഷൻ പ്രോഗ്രാമിൽ ഒരു പിന്നെ ഫോറിൻ എക്സ്പീരിയൻസ് ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി വഴി അവർക്ക് കാനഡയിലോട്ട് വരാം. So if you want to come, you have to basically contact Canadian Medical Association and get some certification. But that's not something like complicated that you have to go study, do some courses, nothing like that. It is just basically 1 or 2, 3 knock codes, and there is some kind of a preliminary certificate they issue. And that with that certification, you can apply for the PR nomination.
And that nomination will help you to get the PR, and then you come to Canada as a permanent resident. ആർക്കെങ്കിലും അങ്ങനെ ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി എലാബറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഈ വീഡിയോയിൽ പറയുന്ന വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ നിർത്തുന്നു. അപ്പോൾ ഈ US Peninsula matter is not going to be just limited to between those two countries. It's going to be escalating and affecting many countries in the world, especially even Canada. Most of the Canadians are confused and worried, and we are all actually crossing our fingers and waiting. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്ര മാത്രമൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ ഒരുപാട് നീണ്ടുപോയെന്ന് തോന്നുന്നു. Thanks for watching. Please, if you do not subscribe so that you don't miss any of my videos. And also just make sure that you like and share. Okay? Thank you. Bye.